സഖാവേ, കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ നിമിഷത്തെ കാണുന്നത്? ഇതാണ് കേരളത്തിൻ്റെ വഴിയെന്ന് ഇന്ന് ഈ കേരള പ്രതിഭനാളിൽ കേരളം ലോകത്തോട് പറയുകയാണ്. വാസ്തവത്തിൽ ഇതാണ് കേരള സ്റ്റോറി. വലതുപക്ഷം ഇന്ത്യയിലാകെ പറഞ്ഞ ആ കള്ളക്കഥയല്ല കേരള സ്റ്റോറി. ഇതാണ് കേരള സ്റ്റോറി. ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ കഴിവ് ഇത് ആരംഭിച്ചത് ഇന്നല്ല, നമ്മുടെ തൊഴിലാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളും നടപ്പിലാക്കിയ നയങ്ങൾക്കെല്ലാം പാഠം ചാർത്തിക്കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ കേരളത്തെ ആദ്യ ദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. വാസ്തവത്തിൽ ലോകമറിയട്ടെ, എല്ലാവരും കേൾക്കട്ടെ, ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഈ പ്രതിപക്ഷം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, ഇന്ന് നിയമസഭയിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയി, അതിനെങ്ങനെയാണ് കാണുന്നത് പ്രതിപക്ഷത്തിന്റെ ഈ ഒരു സമീപനത്തെ? പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധി ഞാൻ പറയേണ്ടതല്ല, അത് അവർ തീരുമാനിക്കട്ടെ. അത് രാഷ്ട്രീയ ബുദ്ധിയാണോ എന്ന് കാലം തെളിയിക്കും. അവർക്കറിയാം അത് കാണിച്ചത് അങ്ങനെ ചെയ്താലേ പ്രതിപക്ഷമാകുമെന്ന ബോധം അവർക്കുണ്ടെങ്കിൽ അവർ ആ വഴിക്ക് പോകട്ടെ. പക്ഷേ ജനങ്ങൾ ആ ഭാഗത്തല്ല, ജനങ്ങൾ ഈ ഭാഗത്താണ്. ഈ പരിപാടിയിലേക്ക് താങ്കൾ ആലോചിച്ചുകൊണ്ടത് വീശും കുട്ടിയാണ്. ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, അത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തീർന്നോ? ഇടതുപക്ഷത്തെ ഏത് പ്രശ്നവും ഞങ്ങളുടെ രാഷ്ട്രീയ ബോധം കൊണ്ട്, ഞങ്ങളുടെ ജനകീയ പ്രതിബദ്ധത കൊണ്ട് ഏത് വിഷയവും പരിഹരിക്കാൻ പറ്റും. അതാണ് ഇടതുപക്ഷം. ശിവൻകുട്ടി ഒരിക്കലും ശത്രുവല്ല, ഒരിക്കലുമല്ല, മിത്രമാണ്. വളരെയധികം നന്ദി. മന്ത്രി ജി ആർ അനിലൂടെ നമുക്കൊന്നും മിനിസ്റ്ററെ, ഏറ്റവും വലിയ ഒരു ചരിത്ര പ്രഖ്യാപനത്തിലേക്കാണ് കേരളം എത്തി നിൽക്കുന്നത്. എങ്ങനെ കാണുന്നു? ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ്. കേരളത്തിലെ അതിദരിദ്രരെ ഇല്ലാതാക്കുക എന്നുള്ളത് അതിൻ്റെ പ്രൈമറിയാണ് ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ളത്. കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കി സർക്കാരിൻ്റെ ഭക്ഷണം ഉറപ്പാക്കുന്ന നിലപാട് സ്വീകരിച്ച കാലഘട്ടമാണ് കഴിഞ്ഞ നാളുകൾ. ഇന്ന് കേരളത്തിൽ റേഷൻ കാർഡില്ലാത്ത ഒരു കുടുംബവും കാണില്ല. അതുകൊണ്ട് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തി പട്ടിണി അകറ്റിക്കൊണ്ട് വിശപ്പ് രഹിത കേരളം സൃഷ്ടിച്ചുകൊണ്ട് ദാരിദ്ര്യമില്ലായ്മ ആ അവസ്ഥ മാറ്റിയെടുക്കാൻ ഗവൺമെൻറ് നടത്തിയ പരിശ്രമത്തിൻ്റെ വിജയമാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഈ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെയും ഈ ഒരു നിലപാടിനെ ഒരു മന്ത്രി എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷം രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അത് മണ്ടത്തനമായിരുന്നുവെന്ന് ഭാവിയിൽ അവർക്ക് തെളിയും. കേരളത്തിൻ്റെ വളർച്ച, കേരളത്തിൻ്റെ പദവി വർദ്ധിക്കുന്നത്, കേരളം രാജ്യത്തിന് മാതൃകയാകുന്നത്, ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നതിൽ അഭിമാനം കൊള്ളേണ്ടതാണ് ഏതൊരു മലയാളിയും. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ UDF എടുത്ത തീരുമാനം മണ്ടത്തരമാണെന്ന് അവരുടെ അണികൾ അവരോട് പറയും. ഒരു കാര്യം കൂടെ, ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി വന്നു, ഇടയ്ക്ക് താങ്കളുടെ ചില പരാമർശം അദ്ദേഹത്തിന് വിഷമമായി എന്നൊക്കെ പറഞ്ഞിരുന്നു. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോ? അതെല്ലാം ഞങ്ങൾ പരിഹരിച്ചല്ലോ. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി 10-40 വർഷം കൊണ്ട് കഴിയുന്നവരാണ്. അത് അതേപടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഏതായിരുന്നാലും വലിയ ഒരു ചരിത്ര നിമിഷത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു പുതുയുഗ പിറവിയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്നത്. കേരളം, അതായത് ഐക്യ കേരളം രൂപപ്പെട്ടിട്ട് 69 വർഷം ആകുമ്പോഴാണ് ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലേക്ക് കേരളം എത്തുന്നത്. അത്